ജീവിതത്തിൽ നല്ലത് മാത്രമേ ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗം കിട്ടുള്ളൂ എന്നുള്ളൊരു പഴമൊഴി ഉണ്ടല്ലോ അല്ലേ. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നേക്കാം, നല്ലത് മാത്രം ചെയ്താലാണ് മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുക എന്നുള്ളത്. അപ്പറഞ്ഞത് 100% ശരിയാണെന്ന് എവിടെയും ആരും ഇതാക്കണ് തീർച്ചയാക്കിയിട്ട് പറയണില്ല. 100% കറക്റ്റ് ആണെന്ന് ആരും പറയണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വർഗത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. കുറേ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ സർക്കാർ നമുക്ക് ഇതാക്കണം 10 ദിവസം ലീവ് തന്നിട്ട് ഞാൻ ആകെ 2 ദിവസത്തിനാണ് കേട്ടോ പോന്നിട്ടുള്ളത്. അങ്ങനെ 2 ദിവസം ഇതാക്കണം അടിച്ചു പൊളിക്കാൻ പ്ലാനിങ്ങുമായിട്ട് ഞാനും അനിയത്തി ഇതാക്കണം പെട്ടി കെട്ടിയതാണ് ഇങ്ങോട്ട്. അപ്പൊ ഞങ്ങളൊരു 7:30 ആയപ്പോഴാണ് അങ്ങോട്ട് കണ്ണ് തുറന്നത് കേട്ടോ. അപ്പോൾ അതിന് അമ്മ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഒരു കടിഞ്ചായൊക്കെ കുടിച്ചിട്ട് അമ്മ പോയിട്ടുണ്ട്. ഞങ്ങളൊന്നും വിളിച്ചതൊന്നുമില്ല. പിന്നെ ഞങ്ങളെ പാടായി എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ മക്കൾ ഇതാക്കണം ഓരോരുത്തർ നീച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതാക്കണം വർത്താനം പറഞ്ഞാൽ ഇരിക്കാട്ടോ. ഇത് പിന്നെ ഒരു മുട്ടില്ലല്ലോ അല്ലേ, വർത്താനത്തിനാണ് കൊണ്ടുപോയിട്ടാൽ മതി. ഞാനും അനിയത്തി ഇതാക്കണം വർത്താനാണ്. പിന്നെ ഇതാക്കണം വല്യമ്മ ഉണ്ട് കേട്ടോ വർത്താനം പറയാനായിട്ട് ഇരിക്കണത്. പിന്നെ അമ്മ ഇതാക്കണം സമയം കിട്ടുമ്പോൾ വണ്ടി വരുന്നുണ്ട് കേട്ടോ പേരക്കുട്ടികളെ മക്കളെ കാണാനായിട്ട്. എന്താ ഇപ്പോൾ ഇവിടെ വർത്താനം ചോദിച്ചാണ്ട് അമ്മക്കൊരു ലീവില്ല കേട്ടോ. ഈ ഓണത്തിന്റെ അന്ന് 2-3 ദിവസം ലീവ് എടുത്തോണ്ട് തന്നെ അമ്മക്ക് ലീവ് എടുക്കാൻ കഴിയൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കുള്ളൂ. ഞങ്ങളെ കുടുംബം മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ, കുട്ടികളും മക്കളുമായിട്ട് ഞങ്ങൾ ഇതാക്കണ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാക്കണം ഞങ്ങൾ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഓരോരുത്തരുടെ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് കുഞ്ഞാറ്റൊക്കെ ഇതവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ്. ഞാനും അനിയത്തി രാവിലെ നീച്ച് കൂളിയൊക്കെ കഴിച്ചിട്ട് വേഗം കുളിയാണ് കഴിച്ചു. ഇവിടെയാണെങ്കിൽ രാവിലെ ഭയങ്കര തണുപ്പാണ്, എന്തോരം തണുപ്പ്. ഈ തെങ്ങിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ആയിട്ടാണ് തോന്നുന്നത്, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ വർത്താനം കഴിഞ്ഞിട്ടില്ല കേട്ടോ, പറയുന്നതാണ് വർത്താനം നിന്ന് പറയാണ്. പിന്നെ നിന്ന് കാല് കഴിയുമ്പോൾ അതാക്കണം ഇരുന്നും പറയുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് വല്യമ്മയാണ് ഉള്ളത്. അങ്ങനെ ഇതാക്കണം ഓല് വർത്താനം പറയട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അകത്ത് കയറി പോകുന്നുണ്ട്. ഇനി ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാക്കണം ആങ്ങളെ പണിക്ക് പോയിട്ടുണ്ട്. അതേമാതിരി ആങ്ങളുടെ മകനുണ്ടായിരുന്നു, അച്ഛണ്ടായിരുന്നു, ഓനും പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും വന്നല്ലേ നമ്മളെ വീടൊക്കെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇത് തൊട്ടപ്പുറത്ത് നമ്മളെ ആമ്പലുണ്ട് കേട്ടോ. ആ ഒരു ചാലിലെ ആമ്പൽ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തോരൊന്നുമില്ല കേട്ടോ, നമ്മളെ വീട്ടുകാരാണ് വളർത്തിയതില്ല. അപ്പോൾ ആണി എന്ന് പറയട്ടെ, നമ്മളൊക്കെ ഇങ്ങനെ ആണി എന്നാണ് പറയല്, കനാല് ആണി എന്നൊക്കെയാണ് പറയില്ല. അപ്പോൾ അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ചില വെള്ളത്തിലാണല്ലോ പൊതുവെ ഈ ആമ്പലും താമരയൊക്കെ ഉണ്ടാകുക. എന്നാലും അതിൻ്റെ ഒരു ചൊറുക്ക് വേറെ തന്നെയാണല്ലോ അല്ലേ. അപ്പം നമ്മളെ വീട് കയറിയിട്ട് ചെറിയൊരു വീടാണ് കേട്ടോ. ഒരു 2-3 റൂമുണ്ട്. 3 റൂമും ചെറിയൊരു കട്ടിൽ ഒരു അലമാരി ഇട്ടാൽ തികയുന്ന ഒരു റൂമുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളൊരു കൊട്ടാരം എന്ന് പറയുന്നത്, ചെറിയൊരു കൊട്ടാരം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, അങ്ങനെ 3 റൂമാണുള്ളത്. പിന്നെ ഇതാക്കണം ചെറിയൊരു അടുക്കളയാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നും തീ പൂട്ടലൊന്നുമില്ല, ഇവിടെ അടുപ്പും കാര്യങ്ങളൊന്നുമില്ല, പുറത്താണ് ഞങ്ങൾ വെക്കൽ കേട്ടോ. അപ്പോൾ പാടെ ഇങ്ങനെ ഒരു പുകമയായിട്ട് അപ്പോൾ ഞങ്ങൾ ആ പുറത്താണ് വെക്കുന്നത്. പിന്നെ ഇതൊരു പട്ടിക്കൂടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഞങ്ങൾ അടുക്കള. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാചകം ചെയ്യൽ കേട്ടോ. നമ്മൾ ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ല, ഗ്യാസ് എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു ആദ്യം, അത് പൊട്ടിക്കേടന്ന് പോയി. പിന്നെ ഇതുപോലെ കുറ്റി അങ്ങനെ നിറക്കലും ഇല്ല. പിന്നെ അവൾക്ക് വിറകുണ്ടല്ലോ, ഇത് തൊടുക്ക് ഇറങ്ങിയാൽ പിന്നെ ഫുള്ള് വിറകാണ്, മട്ടൽ വിറകായിട്ടും അങ്ങനെ പലവിധ വിറകുകളുണ്ട്. ആരുമില്ല ഗായ്സ്, ഇവിടെ ആരുമില്ല. ഞങ്ങൾ വിരുന്ന് വന്നവർ മാത്രമേ ഉള്ളൂ. അമ്മ പണിക്കോയി, എല്ലാവരും ഇല്ല ഇവിടെ, ഞങ്ങൾ മാത്രം. ഇങ്ങോട്ട് കഴിക്കാണ്. ഇതാണ് ഞങ്ങൾ. അടിച്ചൊരടി ചൂലില്ല. ഇപ്പൊ വർത്താനം കൂട്ടം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പള്ളേക്ക് എന്തെങ്കിലും എത്തിക്കണല്ലോ. അപ്പൊ ഞാൻ വേഗം ഇതാക്കണ ചോറിന് വെള്ളം വെച്ചാണ്ട് വേഗം ഇങ്ങോട്ട് തിരിഞ്ഞേക്കാട്ടോ. അപ്പോൾ കുറേ മാറാലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മാറാലൊക്കെ തട്ടട്ടെ എന്ന് വിചാരിച്ചു വേഗം ഒന്ന് മാറാലാട്ടാ നിന്നാട്ടോ. അപ്പം നമ്മൾ ഇതാക്കണ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാണ് നമുക്ക് പണിയുള്ള, അടുക്കള പണി മാറാലാട്ടലും അടിച്ചു വരലും പാത്രം കഴിക്കലൊക്കെ തന്നെയാണ് എവിടെ ചെന്നാലും നമുക്കില്ലത്. അപ്പോൾ അടുക്കളയിൽ മാറാല കണ്ടപ്പോൾ ഇത് അടിച്ചു വരുന്ന ചൂരുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്നും തട്ടിയതാട്ടോ. അപ്പോൾ വലിയതായിട്ടൊന്നുമില്ല, നമ്മൾ ഓട് വീട്ടത്തെ പോലെ ഒന്നുമില്ല കേട്ടോ, ഇവിടെ ചെറുതായിട്ട് തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് പാത്രം കഴുകാനും അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ചോറൊക്കെ തിന്നതൊക്കെ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പട്ടിക്കൊക്കെ ഇട്ട് കൊടുത്താണ്ട് ബാക്കി ചോറുകളൊക്കെ കുഴച്ചിട്ട് പട്ടിക്ക് ഇട്ട് കൊടുക്കണ്ട. അവിടെ കുറച്ച് തോനെ പട്ടികളുണ്ട്. അപ്പോൾ അതുപോലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒക്കെപ്പാടെ വളർത്തണമൊന്നുമല്ല, ചോറിട്ട് കൊടുത്ത് ഓല് ഇതാക്കണം. അവിടെ തന്നെ അങ്ങോട്ട് ആയിട്ടോ. അപ്പോൾ വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ ഇവിടെ പട്ടികളാണ് അറിയില്ല, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരി കൊടുക്കട്ടെ. ഇതൊക്കെ പട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞു വെച്ചിട്ട് അമ്മ പോയതാണ്. അപ്പോൾ ഞാനൊന്ന് അടിച്ചു വാരിയിട്ടെ കേട്ടോ. ഇനി താഗമൊക്കെ ഒന്ന് അടിച്ചു വരണം. അതിൻ്റെ ഇടയിൽ അരിയെത്തി ചോറിനുള്ള പരിപാടി നോക്കുന്നുണ്ട്, ചോറ് വെക്കണം. അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ഇത് തന്നെയാണ് പണിയില്ലേ. അപ്പോൾ ഓളും തന്നെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ അവിടെ ഇരിക്കണത്.
ഒന്നാമത് അമ്മക്ക് ലീവില്ലല്ലോ. അമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഒരു രസമാണല്ലോ ഇതാക്കണ. എന്ത് വെക്കാനാണെങ്കിലും വിളമ്പാനാണെങ്കിലും എല്ലാവരും കൂടി എടുക്കുമ്പോൾ നല്ല രസമാണ്, സുഖമാണ് അല്ലേ. അപ്പൊ അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, സ്വർഗം കാണാൻ അങ്ങ് തലക്കലൊന്നും പോകേണ്ടതാക്കണം. നമ്മളെ കാലിൻ്റെ ഒട്ട് കൂടി നമ്മൾ കണ്ണ് തുറന്ന് നോക്കണേ അതൊരു സ്വർഗം തന്നെയാണ് കേട്ടോ. അതുപോലെ നല്ല ഉഷാറായിട്ടൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് സ്വർഗം കിട്ടിയ ഫീലിംഗ് ആണ്. അപ്പൊ മരിച്ചു ചെന്നിട്ട് ഇതാക്കണ സ്വർഗം കിട്ടുന്നതിനും കാട്ടും നല്ലത് എന്താ, ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം നമ്മൾ തന്നെ കണ്ടുപിടിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും സ്വർഗം എന്ന് പറയുന്നത് നമ്മളെ അമ്മ തന്നെയാണ് കേട്ടോ. അച്ഛനും അമ്മയും ഇല്ലടത്തോളം കാലം എന്താക്കണം നമുക്ക് സ്വർഗം തന്നെയാണ്. ഓല് പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. ആരോടും നമുക്ക് പറയാനും ഉണ്ടാവില്ല, അത് കേൾക്കാനും ഉണ്ടാവില്ല, നമുക്ക് എന്തെങ്കിലും സഹായം ചെന്ന് ചോദിച്ചാനും ആരും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ പറഞ്ഞതാക്കണം അച്ഛൻ മുന്നേ കൂട്ടിയേ പോയിട്ടുണ്ട് കേട്ടോ. വെട്ടിയും കിടക്കിയിട്ടുണ്ട് മൂപ്പര് ഇതാക്കണം മുന്നേ കൂട്ടി പോയിട്ടുണ്ട്. 10-15 കൊല്ലമായി അച്ഛൻ മരിച്ചിട്ട്. പിന്നെ ഇതാക്കണ അച്ഛൻ്റെയും അമ്മൻ്റെയും നോട്ടതാക്കണ അമ്മ ഒറ്റക്ക ഒരാളാണ് കേട്ടോ നോക്കണത്. എല്ലായിടത്തേക്കും വരുന്നുണ്ട്. ഒരാളടുത്തേക്ക് മാത്രമല്ല കേട്ടോ പോണ്. ഞാനും എൻ്റെ അനിയത്തിയും ആങ്ങളെയാണ് വീട്ടിലുള്ളത്. ആങ്ങളെയും പെണ്ണുങ്ങളും കുട്ടികളൊക്കെയാണ് അവിടെ ഉള്ളത്. അവളുള്ള വീട്ടിലാണ് കേട്ടോ. പിന്നെ മക്കൾ ഇവിടെ ഉണ്ട്. അപ്പം ആങ്ങളെ പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഓലത്. പിന്നെ ഇതാക്കണ ഞാനും അനിയത്തിയല്ല, അനിയത്തിനും കെട്ടിച്ചയച്ച് നമ്മളെയും കെട്ടിച്ചയച്ച്. പിന്നെ ആരോടും ഒരു മുഷീപ്പില്ലാതെയാണ് അമ്മ പോയിക്കൊണ്ടിരിക്കണത്. ആ ഒരു ഏറ്റക്കുറച്ചിലും കാര്യങ്ങളും മക്കളോടാണെങ്കിലും നമുക്കും തോന്നൂലല്ലോ. അങ്ങനെയൊക്കെ തന്നെയാണ് അമ്മയുള്ളത്. അപ്പൊ അമ്മ ഇതാക്കണ് ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കും തലക്കും ഇങ്ങനെ മണ്ടി ഇങ്ങനെ വരും കേട്ടോ. ഹോട്ടലിൽ നിന്ന് വെറുതെ മണ്ടി വരികയാണിത്. അപ്പൊ എന്താ പരിപാടി, എന്താ കാട്ടണമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മണ്ടി കൂടി വരികയാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇതാ ചായ കുടിക്കുന്ന പണിയാണ് കേട്ടോ. അപ്പൊ ഞാനിതാക്കണ് ചോറൊക്കെ വെച്ച് ഓള് ഇതാക്കണ് അമ്മ ഇറച്ചി കൊണ്ടുവരാൻ വന്നതാണ് കേട്ടോ. ഈ ഒരു നേരത്ത് ഇറച്ചി കിട്ടിയിരിക്കണ് പറഞ്ഞിട്ട് ഹോട്ടലിലേക്ക് വാങ്ങിയപ്പോൾ കുറച്ച് നമുക്ക് എടുത്ത് കൊണ്ടുവരാൻ കേട്ടോ. പൈസ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ 1.5 കിലോ ഇറച്ചി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റക്ക് ഉണ്ണി നോക്കും ഏതായാലും ഇത് പറ്റൂലല്ലോ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഓൾക്ക് എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ബീഫ് കറിയാണ് വെക്കുന്നത് കേട്ടോ. അത് അനിയത്തി വെക്കും. അപ്പോൾ ഓളെ സ്പെഷ്യലാണെന്ന് അപ്പോൾ അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറയാനല്ല കേട്ടോ, ഓൾ തന്നെയാണ് കഴുകലും പിടിക്കലും. ഞാൻ വെറും അരിഞ്ഞു കൊടുക്കലും മാത്രമേ നടത്തിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതാക്കണം ഇവിടെ മോട്ടർ പൈപ്പ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ബക്കറ്റ് വലിയ വെള്ളം ഇങ്ങനെ മുക്കിക്കോരണം കേട്ടോ. അതിൽ തോനായൊന്നുമില്ല കേട്ടോ. 1-2 റിങ് പൊന്തിയേ നിൽക്കണുള്ളൂ. ബാക്കിയുള്ള റിങ്ങിലൊക്കെ ഫുള്ള് വെള്ളമുണ്ട്. ഒന്നാമത് ഈ ഒരു പാട സൈഡ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് വെള്ളമുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ അതാ ഇങ്ങനെയാണുള്ളത് കേട്ടോ. അപ്പോൾ പാടത്തായതുകൊണ്ടാണ് എപ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ, പറ്റൊന്നുമില്ല. അപ്പോൾ അമ്മ അതൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കടിഞ്ഞായൻ്റെ വെള്ളമൊക്കെ കുടിച്ച് ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് അമ്മ പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളെ പണിയാണല്ലോ. പിന്നെ അതാക്കണ ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറഞ്ഞായിരിക്കും ഞങ്ങൾ രണ്ടാളും കൂടി ഒത്തൊക്കെ പിടിച്ചിരിക്കുന്നു. ഓളെ അടുക്കളയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ പുറംപടിക്കാരത്തിയാണ്, ഞാൻ അടിച്ചു വാരുക തുടക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി എടുത്താൽ വേഗം തീരുമല്ലോ എന്ന് വിചാരിച്ച് പാത്രം കഴുകാനായിട്ട് ഉണ്ണിമോളോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കുറേ കൂടുതൽ മുക്കാനൊന്നുമില്ല, 2 കൈ ഇങ്ങനെ ഉണ്ട് ചോദിച്ചാണ്ട് വെച്ച് കൊടുത്താണ്ടല്ലോ വേഗം വെള്ളം കിട്ടും. അത്രമാത്രം വെള്ളമുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. മഴക്കാലത്തിൻ്റെ ആ ഒരു മോഡലാട്ടോ. മഴക്കാലത്താകുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായാലുണ്ട്. കപ്പിട്ട് ആ ഒരു കോരാൻ മാത്രമല്ല വെള്ളം ഉണ്ടായാലുണ്ട് കേട്ടോ. ഈ അടുത്തെങ്കിലും 2 കിണറുണ്ട്, അതിലും അങ്ങനെ തന്നെയാണ്. പേടിയാണ്, അറിയാത്തവരൊക്കെ ഒന്ന് ചാടും. അങ്ങനെയാണ് വെള്ളവും പുല്ലും ഒക്കെ ഒരേപോലെ ഇങ്ങനെ നിൽക്കും. മഴക്കാലമൊക്കെ ആയാലും കേട്ടോ. റിങ് പൊന്തിച്ച് കെട്ടാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളെ കിണറിൽ പൊന്തിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ വലിയച്ഛൻ്റെ അപ്പുറത്തെ വീട്ടിൽ വലിയച്ഛനൊക്കെയാണ്. അപ്പോൾ വലിയച്ഛൻ മരിച്ചിട്ട് ഇതാക്കണ 1 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ വല്യമ്മ മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ വല്യമ്മൻ്റെ മക്കളും കാര്യങ്ങളൊക്കെ കെട്ടിച്ചും കാര്യങ്ങളൊക്കെ പോയോണ്ട് ഓലും തന്നെ അവിടെ ഒറ്റക്കുള്ളൂ. ഇവിടെ ഇതാക്കണ അമ്മയും ആങ്ങളെയും മക്കളുമാണ് ഒറ്റക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാക്കണം ഉള്ളത് കൊണ്ട് വേണം പോലെ എന്നും പറഞ്ഞിട്ടാണ് ഓരോരുത്തരില്ലേ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ജീവിച്ച് പോണത്. എല്ലാം കൊണ്ട് ആർഭാടമായിട്ട് സന്തോഷിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയൊന്നല്ലല്ലേ. ഉള്ളത് കൊണ്ട് അന്ന് കിട്ടുന്നത് എന്താ, അതുകൊണ്ട് ഇതൊന്നും കുടിച്ചും ജീവിച്ച് സമാധാനത്തോടെ പോകുന്നതാണല്ലോ, അതൊരു രസമാണ്. അപ്പം നമ്മളെ വീട് ഇതെങ്ങനെയൊന്നും അല്ലേതുണ്ട്. ഇതിപ്പോൾ നേരെ അനിയത്തിൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു സീസണിൽ ഉണ്ടാക്കിയ വീടാണ് കേട്ടോ. ഇതിനിപ്പോൾ 3 റൂമും ഒരാളും കോലായും അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ പഴയ വീട് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ചെറിയൊരു വീടായിരുന്നു. ഒരു റൂം, ഒരു ചെറിയൊരു ഹാള്, ഒരു അടുക്കള, കൊലായി, അതന്നെ ഉള്ളേന്ന് കേട്ടോ. അപ്പോൾ നമ്മളെ അത്ര തന്നെ ഉള്ളായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ അന്ന് കിണറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് അപ്പുറത്ത് പോയിട്ട് വെള്ളമൊക്കെ കൊണ്ടുവരുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പം നമുക്ക് കിണറും കാര്യങ്ങളും ഏകദേശം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വഴിയാണ് നമുക്ക് ആകപ്പാടൊരു പ്രശ്നമല്ല കേട്ടോ. ഒരു 3 അടി വഴിയേ ഉള്ളൂ. ആയിക്കോട്ടാണ് ഈ വണ്ടിയും കാര്യങ്ങളൊന്നും പോരുമില്ല. അപ്പോൾ അങ്ങനത്തെ വഴിയാണുള്ളത്. ഇപ്പോൾ വഴിയും വീടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, ഒരു സമാധാനത്തോടെ അതിൻ്റെ ഉള്ളിലൊന്ന് അന്തി ഉറങ്ങാൻ കഴിഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യം വേറെ ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്.
അപ്പോൾ മക്കൾക്ക് ഇതാക്കണം ഇവിടെ വന്ന ഭയങ്കര ബോറടിയാണ്. അപ്പോൾ 2 ഫോൺ ഉണ്ടായതുകൊണ്ട് തിരക്കടില്ല. ഇവിടെ ഒരു പാട്ട TV ഉണ്ടായിരുന്നു, അതും കേട് വന്നിട്ട് പിന്നെ നന്നാക്കിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ വല്യമ്മ ഇതാക്കണം പിന്നെ ചോറൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മളോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളിവിടെ ഒറ്റക്കല്ലേ, വല്യമ്മയോടെ ഒറ്റക്കാണ്, അതുകൊണ്ട് തന്നെ വർത്താനം പറയാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ വേഗം എൻ്റെ പണികളൊക്കെ ഒതുക്കിയാണ്ട് നമ്മളെ ബീഫ് കറിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി കൊടുത്ത് ഓളിതാ വളമ്പലായിട്ടില്ല, വെക്കലോട് വെപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ ഇതാ മൺചട്ടിയിലിട്ടിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് അതിലിട്ട് പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല ഉസാറാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് സ്മെല്ലുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെക്കുമ്പോൾ അതാക്കി നമുക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ലല്ലോ അല്ലേ. അപ്പം അങ്ങനെ ആരെങ്കിലും വെച്ച് തരികയാണെങ്കിൽ നമുക്ക് തിന്നാൻ ഭയങ്കര പൂതിയായിക്കാരം. അപ്പം അജാതി ഒരു പൂതി പണ്ടേ നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇജ്ജ് വെച്ചോടി, ബാക്കി പണികളൊക്കെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാട്ടോ. അങ്ങനെ ഇതാക്കണ ആ ബീഫ് കറി നല്ല ഉസാറായിട്ടുണ്ട് വെച്ച്, നല്ല സ്മെല്ലുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് മീറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് നല്ല ഇഞ്ചിയും പച്ചമുളകും അങ്ങനെ എല്ലാ കുരുമുളക് പൊടിയും അടക്കം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2-3-4 പൊറാട്ടയും കൂടി ഉണ്ടെങ്കിൽ ഇരുന്നങ്ങോട്ട് തിന്നേലോ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ ചാറൊക്കെ ഇതാ കുറുകി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വോയിസ് ഓവർ കൊടുക്കണ ആ ഒരു നേരത്തുണ്ടല്ലോ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ അടിച്ച് വരുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അമ്മ അതിലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൾ വെച്ചിട്ട്. അപ്പം അമ്മയും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വെക്കുക. അമ്മ നല്ല കുറുകിയ വെക്കുക, പിന്നെ നല്ല എരി ഉണ്ടാവും കേട്ടോ. അമ്മൻ്റെ എല്ലാ കറിക്കും നല്ല എരിയൊക്കെ അച്ചാറൊക്കെ ഇടുകയാണെങ്കിൽ ഒരൊറ്റ തോണ്ടലേ ഉണ്ടാകുള്ളൂ. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു എരി മാറി കിട്ടുള്ളൂ. അമ്മ അതിൽ എരി ഇടും. നമുക്ക് നല്ല എരി കൂട്ടണം കേട്ടോ. അപ്പോൾ ഇവളും തിരക്കേടില്ലാത്ത എരിയൊക്കെ ഉണ്ട്. ഞാനേ പൊതുവേ നല്ല എരി ഇടുന്ന ആളാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് ഇതാക്കണം കുറച്ച് എരിയും പുളിയും കാര്യങ്ങളും മുന്നിട്ട് നിൽക്കാതെ എങ്ങനെയല്ലേ ചോറിന് കൂട്ടുക. അതിപ്പോൾ എന്ത് കറിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും അതേമാതിരിക്ക് തന്നെ ഇതാ ബീഫ് ഇറച്ചിയും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിലും കുറച്ചും കൂടി എരിയൊക്കെ വേണമല്ലേ, കളർ ഇങ്ങനെ വേണമല്ലേ. ആദ്യം കണ്ണിന് ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം, എന്നിട്ടാണ് നമ്മൾ തൊള്ളക്ക് ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ പറഞ്ഞില്ലേ. അമ്മ അതിരിയാണ് ഉള്ളത്. ഏതായാലും വറുകടുപ്പിൽ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് തിളച്ച് കുത്തി മറിയായിട്ട് നമ്മൾ ബീഫ് കറി ഇതാക്കണം അടിപൊളിയായിട്ട് തിളച്ച് കുത്തി മറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാനങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇറച്ചി ഇതാക്കണം കഴുകി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടാണ്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടാണ്ട് കുക്കറിൽ വേവിച്ചു. പിന്നെ എന്താക്കണം മൺചട്ടി അടുപ്പത്ത് വെച്ചാണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചാണ്ട് പിന്നെ എന്തായാലും കറിവേപ്പിൻ്റെയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ പാടത്താക്കണം ചതച്ചിട്ടിട്ട് പിന്നെ നമ്മളെ ഉള്ളി അരിഞ്ഞു 2-3-4 ഉള്ളി ഞാൻ അരിഞ്ഞു കൊടുത്തു കേട്ടോ. അതും ഇട്ടു. പിന്നെ 2 തക്കാളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞേരെ കുറച്ചൊരു കറിവേപ്പിൻ്റെ എല്ലാം ഇങ്ങോട്ട് തൂവി കൊടുത്തിട്ട് നല്ല ഇറച്ചി അതിലാണ് തട്ടി കൊടുത്ത് എന്നിട്ട് ഒരു തീക്കൊള്ളിയും ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ട് കുറേ നേരം വേവിച്ചെടുത്തിട്ട് ലാസ്റ്റാണ് ഈ കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് പരിപാടി ഉണ്ട് ഇറക്കി വെക്കാൻ പറഞ്ഞു കേട്ടോ. ഇനിയും ചാറ് കുറുകിയാൽ ചിലപ്പോൾ ഇതാക്കണം നമുക്ക് ചോറ്റിക്ക് ചാറുണ്ടാവില്ല. അപ്പോൾ ഓളിതാ വെക്കലാണ്, ഓളിത് ഇളക്കുന്നുണ്ട്, ഓള് വെക്കുന്നുണ്ട്, വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഏകദേശം പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളൊക്കെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് തിന്നാല്ല റെഡി മണി കണ്ടീഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിതാ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ചെയ്തതാണ് ഞാൻ വെച്ചതാണെന്ന് പറയോണ്ടിട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് നമുക്ക് കൈ കടത്തിയിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ ടേസ്റ്റ് അതിൽ ഇത് കൂടണ്ടല്ലോ, ഓക്ക് തന്നെ ആയിക്കോട്ടെ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. വൈകുന്നേരത്തിന് കുറച്ചേ ഉണ്ടാകുള്ളൂ മിക്കവാറും ഇങ്ങനെ കണ്ടിട്ട്, വെറുതെ എടുത്ത് തിന്നാനൊക്കെ തോന്നും. പിന്നെന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ചിരിക്കലില്ലത്, ഭയങ്കര ചിരിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ അവിടെ ഫോൺ കണ്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഉണ്ണിമോൾ ഇതാണ്, ഋതു ഉണ്ട് കേട്ടോ. ഋതു അങ്ങനെ അവിടെ എവിടേക്കോ ചൂണ്ടലിട്ട് കിടക്കുകയാണ്. നമ്മളെ മുന്നിൽ കൂടെ തന്നെ ആ ഒരു മുറ്റത്തിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ തന്നെ ഒരു തോട് പോകുന്നുണ്ട് കേട്ടോ, ചെറിയൊരു തോട് പോകുന്നുണ്ട്. അപ്പോൾ മേലെക്കൂടെ ആയിക്കൂടെ അങ്ങാടി കൂടെ അല്ല വെള്ളമൊക്കെ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ പണ്ടൊന്നും നമ്മളെ ഈ ഒരു മുറ്റത്ത് കൂടെ അല്ലേന്ന് കേട്ടോ ആ ഒരു തോട്, ആ മുന്നത്തിൽ കാണുന്ന ആ ഒരു പറമ്പ് കൂടെയായിരുന്നു തോട്. അപ്പോൾ ഓല് ഇതാക്കണം മതിലും കാര്യങ്ങളൊക്കെ കെട്ടിയപ്പോൾ നമ്മളെ സൈഡിൽ കൂടെ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ഇതാക്കണം വലിയ വലിയ പൈസക്കാരാക്കിയത് നമ്മൾ എങ്ങനെ എത്ര എതിർത്തിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കുറേ അങ്ങോട്ട് നമ്മൾ എതിർത്ത് നമ്മൾ അങ്ങ് തലക്കൽ പോയിട്ട് എന്ത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരിത്തിരി പൈസക്കാരാണ്, അതുകൊണ്ടും തന്നെ നമ്മൾ ഇതാക്കണം അടിച്ചമർത്തി അറിയില്ല, അങ്ങനെ ആക്കി എടുത്തു നമ്മളെ. ഇനിയിപ്പം തൽക്കാലം നമ്മളില്ലത് കൊണ്ട് ഓണം പോലെ ഇതൊക്കെ തന്നെ. അങ്ങനെ ഇതാക്കണം ഇറച്ചിക്കറിയായപ്പോൾ വേഗം ഇല വെട്ടാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. പൊതുവേ ഞാനും അനിയത്തിയൊക്കെ നല്ല പാത്രം കഴുകാൻ മടിച്ചുകളാട്ടോ, ഭയങ്കര മടിയാണ്. എനിക്ക് നോക്കും തന്നെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണം മുന്നിൽ, അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഓല തൊട് കണ്ടത്, അതിൻ്റെ ആ ഒരു ഞാൻ നിൽക്കണേൻ്റെ ആ കുറേ അങ്ങ് ദൂരത്ത് കൂടെയാണ് ആ ഒരു തോട് പോയിരുന്നത്. അപ്പോൾ വന്ന് കെട്ടിക്ക് മണ്ണിട്ടോ വന്നപ്പോൾ നമ്മളെ മുറ്റത്തിൻ്റെ അടുത്ത് കൂടെ ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ അതൊന്നല്ല ഇപ്പം നമ്മൾ പറയാൻ വിചാരിച്ച ആ ഒരു തൊടുന്നാണ് നമ്മൾ വായൻ്റെ ഇല വെട്ടണം കേട്ടോ. ചോറ് തിന്നാനായിട്ട് വായൻ്റെ ഇല വെട്ടണ ആ ഒരു തൊടുന്നാണ്.
അപ്പോൾ ഇവിടെ വേറെ മതിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു മതിലുകൊണ്ടാൽ നല്ല ശല്യമാണ് കേട്ടോ നമുക്കും. ഈ ഒരു ഇത് കൂടെ ഇടക്ക് നിലയ്ക്കാണ് വെള്ളം വരും. ഈ ഒരു വേനൽക്കാലത്ത് വലിയ വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ മഴക്കാലം ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ മുറ്റത്ത് കൂടെയൊക്കെ വരും കേട്ടോ വെള്ളം. അപ്പോൾ വലിയ തോടൊന്നുമല്ല, ചെറിയൊരു കൈത്തോടാണ് കേട്ടോ. വലിയൊരു കൈത്തോടാണ്. വൃത്തിയൊക്കെ ആക്കിയാണ്ട് അങ്ങനെ ചിലപ്പം അങ്ങനെ തൊഴിലുറപ്പുകാരൊക്കെ വൃത്തിയാക്കാനായിട്ട് വരലുണ്ട്. ചിലപ്പോൾ ഇതാക്കണേ നമ്മളെ ഭാഗത്തുള്ള നമ്മൾ തന്നെയാണ് വൃത്തിയാക്കലാണ് കേട്ടോ. അപ്പോൾ 5-6 ഇല ഉണ്ടായാലും കേട്ടോ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇല തേടി നല്ല ഇല തേടി പോകുകയാണ്. ഒരു തൂമ്പല നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റ ഇതാക്കണ ഇല വാങ്ങാൻ നിൽക്കുന്ന ആളാട്ടോ. പിന്നെ ഈ ഒരു ഇവിടുന്ന് എങ്ങാനും ഇങ്ങോട്ട് ചാടിയാണ്ടല്ലോ തോട്ടിക്കാണ് നമ്മളെ വിഗല്. അപ്പോൾ ഞാൻ വേഗം മേലെയൊക്കെ വെട്ടിയിട്ട് വേഗം ഇങ്ങോട്ട് ഇറങ്ങട്ടെ കേട്ടോ. ഇറങ്ങാൻ കഴിയില്ല ഗായ്സ്, ഇറങ്ങാൻ കഴിയില്ല ഗായ്സ്. ചാടിക്കോളി. ഇറങ്ങാൻ കഴിയില്ല ഗായ്സ്, ഇറങ്ങാൻ കഴിയില്ല ഗായ്സ്. ചോറ് ഞങ്ങൾ വന്നവരൊക്കെ ചോറുന്ന എവിടെ അനക്കല്ലാണ്ടേ പത്തത്തില്ല. പിന്നെ ഇതാണ് നമുക്ക് വലിയ പേശയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതാക്കണ കൊലയിൽ ഇതാക്കണ ഇലയൊക്കെ ഇട്ട് അവിടെയൊക്കെ നല്ലതുപോലെ അടിച്ചു വാരി തുടച്ചിട്ടിട്ട് അവിടെ ഇതാക്കണ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ കേട്ടോ. ചോറ് നല്ല ഉഷാറും ചോറുണ്ട്. നമ്മൾ സാധാരണ എപ്പോഴും വെക്കണമായിരിക്കും തന്നെ നല്ല റേഷൻ കടയത്തെ അരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചോറ് വെച്ച് പിന്നെ അനിയത്തിൻ്റെ നല്ല എമ്മയും ഉഷാറും സ്പൈസി ഇതാക്കണ നമ്മളെ ബീഫ് കറിയും കൂടി ഉണ്ട് കേട്ടോ. ബീഫ് കറി ആയിട്ടല്ല, ബീഫ് പെരട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ബീഫ് തന്നെ അടിപൊളിയാണ്. അപ്പോൾ അതാക്കണം ഞാനും തന്നെ ഒരു ഇലയ്ക്ക് വിരിച്ച് അതിൽ ഇതാക്കണം ചോറിട്ട് ബീഫിട്ട് നമുക്ക് പപ്പടം കൂടി കാച്ചിരുന്നു കേട്ടോ. അതും കൂടി ഇട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ചോറ് തിന്നട്ടെ. അങ്ങനെ ഇതാക്കണം ഉച്ചക്കല കാര്യം ഏതായാലും ഉഷാറായി അടിപൊളിയായി. ഒക്കെ വിടർന്നതൊക്കെ ഉറങ്ങി, വെയിൽ വന്നപ്പോൾ ഉറങ്ങിപ്പോയതാ. ഞങ്ങൾ വിശ്രമിക്കാൻ പോവാണ്. ഞങ്ങളെ വിശ്രമ സ്ഥലം വേറെ എവിടേക്കും പോകാനില്ല ഞങ്ങൾക്ക്. ഞങ്ങളിങ്ങനെ പാടത്തു കൂടെയും പറമ്പ് കൂടെയൊക്കെ നടന്നിട്ട് ഇങ്ങനെ മീനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മീനുണ്ടോ ഒലക്കൻ്റെ മൂടായില്ലേ മീനുണ്ടോ നോക്കിപ്പോൾ. നിങ്ങൾ ഒച്ചമണി ഉണ്ടാക്കരുത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ പോവാട്ടോ. അപ്പം ഞാനിങ്ങനെ സൗകര്യമായിട്ട് ഇവിടേക്ക് വന്നതാണ്. ഇവിടെ വരുമ്പം നല്ലൊരു സൗകര്യമില്ല സ്ഥലം ഇവിടെയാണ്. ഇപ്പം സൗണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കട്ടോ, എവിടെയെങ്കിലും ഇരിക്കാം. അതിക്കൂടെ പോരുത് കേട്ടോ, പട്ടിയാളുണ്ടാവുമേ. അപ്പം അടുത്ത കൂടെ അവിടെ കിടക്കുന്നുണ്ടാവും പട്ടിയാൾ. ഞാനിവിടെ ഇരിക്കാൻ പോവാം. നമ്മളെ വീട് അതാക്കണ അവിടെ കാണണം കേട്ടോ. അവിടെയാണ് നമ്മളെ വീട്. അനിയത്തി അവിടെ കടന്നുറങ്ങുന്നുണ്ട്. മറ്റേ ബീഫും ചോറും തിന്നതിൻ്റെ ക്ഷീണത്തിൽ അവളെ ഇവിടെ കിടക്കുന്നുണ്ട്. ഉണ്ണിമോളുണ്ട് സിനിമ കാണണേ. ഞങ്ങളെല്ലാവരും ഇത് കൂടാണ് പോകുന്നു. ഞങ്ങൾ ഇനി ഇവിടെ ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് പിന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ പോകും കേട്ടോ. നമ്മൾ ഈ ജാതി മരത്തിൽ തോട്ടിലിങ്ങനെ തോപ്പിലിങ്ങനെ ഇരിക്കട്ടോ. എടാ തോട്ടിക്ക് വിൽക്കാൻ നിൽക്കണ്ട കേട്ടോ. ആ തോട്ടിൽ ഇറങ്ങണ്ട, ഈ ചീഞ്ഞ വെള്ളയിക്കാരട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളി, ഞാൻ അവിടെ ഇരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചോറും ഒരുപാട് ബീഫ് കറിയും 3-4 പപ്പടം കൂട്ടി തിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു ക്ഷീണം വരൽ തുടങ്ങിട്ടോ. അവിടെ ഏതായാലും കടന്നാലും നമ്മൾ ഉറങ്ങും, അപ്പം തന്നെ കടന്നുറങ്ങും. അപ്പം അനിയത്തിയും ഉണ്ണിമോളും അവിടെ നല്ല സുഖം നിദ്രയിലാണ് കേട്ടോ. അപ്പം ഞാൻ അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഉറങ്ങാത്ത പോലെയും പിടിച്ചങ്ങോട്ട് പോന്നാ കേട്ടോ. നമ്മളെ ലച്ചുമോളും കുഞ്ഞാറ്റയും അതേമാതിരി തന്നെ റിതും ഉറങ്ങിയിട്ടില്ലേന്ന പോലെയും കൊടുത്ത് നമ്മൾ പാടത്ത് കണ്ടു പോന്നാ കേട്ടോ. പാടത്ത് തകണ അമ്പലമൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്ന്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, മൈ ഡിയർ ഫാമിലി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.